ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നേരത്തെ എപ്പിസോഡിലോട്ട് പോയല്ലോ. ലാസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ സൂൺ ഇങ്ങനെ പുറത്തേക്ക് നോക്കി വിൻഡോ വഴിയെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു സീനായിരുന്നില്ല. ഇന്ന് അവിടെ നിന്നാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സൂൺ അവിടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓങ്സ് പിന്നാലെ വന്ന് അവനെ ഹക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൂൺ ചോദിക്കുന്നുണ്ട്, നീ അല്ല ആദ്യം ഉറങ്ങി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തിനാ എഴുന്നേറ്റ് വന്നത്, എന്താ പറ്റി നിനക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൂൺ പറയുന്നുണ്ട്, ഓങ്സ് പറയുന്നുണ്ട്, എന്നെ ആരും കെട്ടിപ്പിടിക്കാനില്ല, എന്നെ ആരെങ്കിലും കെട്ടിപ്പിടിക്കാതെ എനിക്ക് എങ്ങനെ ഉറക്കം വരിക ചോദിക്കുന്നത്. അപ്പോൾ സൂൺ ചോദിക്കുന്നത്, നീ എന്തെങ്ങനെ ക്രിഞ്ചി ആയിട്ടുള്ളത്, നീ പോയി ഉറങ്ങാൻ നോക്ക്. അപ്പോൾ ഓങ്സ് പറയുന്നത്, നീയും കൂടെ വാ, നീയും കൂടെ വന്നാൽ മാത്രമേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ, വാ അങ്ങനെ പറഞ്ഞു വിളിക്കുന്നത്. അപ്പോൾ സൂൺ പറയുന്നത്, നല്ല കുട്ടിയല്ലേ, പോയി കിടന്നിറങ്ങാൻ നോക്കി, എനിക്ക് കുറച്ചും കൂടി വർക്കുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉറങ്ങാൻ വരാം, ഓക്കെ ആണോ അങ്ങനെ ചോദിച്ചിട്ട് നമ്മുടെ ഓങ്സ് വന്നിട്ട് ഓങ്സിനെ ഉന്തി തള്ളി സൂൺ വന്നിട്ട് ഉറങ്ങാൻ വിടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സൂൺ ഇന്ന് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ നേരെ പോയി നമ്മുടെ ഓങ്സിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാണ്. അപ്പോൾ അതിനകത്ത് മനസ്സിലായില്ലേ, അവർ അന്ന് തന്നെ കപ്പിളായി. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അടുത്ത ദിവസം നമ്മുടെ ഒരു ഫ്യൂണറൽ ഹാളിലാണ് കാണിക്കുന്നത്. നമ്മുടെ ഗ്രാൻഡ് പ അല്ലേ DVD ഷോപ്പിൻ്റെ, ആ ഗ്രാൻഡ് പ മരിച്ചുപോയി. അപ്പോൾ ഗ്രാൻഡ് പൻ്റെ ഗേൾ അവിടെ ഉണ്ട്, അതുപോലെ ഓങ്സയും സൂണുണ്ട്. അപ്പോൾ ഗ്രാൻഡ് പൻ്റെ ഗേൾ പറയുന്നുണ്ട്, നിങ്ങൾ വന്നതിന് വളരെ നന്ദി, നിങ്ങളുടെ റെഗുലർ കസ്റ്റമർ ആയത് നിങ്ങൾ വന്നതിൽ ഇപ്പോൾ ഡാഡിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടോ നിങ്ങളെ കണ്ടതിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സൂൺ പറയുന്നുണ്ട്, ഞങ്ങൾ അറിയിച്ചതിന് നന്ദി അങ്ങനെ പറഞ്ഞ് സൂണും പറയുന്നുണ്ട്. അപ്പോൾ അപ്സെറ്റ് ആയിട്ടുണ്ട് ഓങ്സയും സൂണും അവരൊക്കെ പാടാൻ. അപ്പോൾ ഗേൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വന്നിട്ട് ഈ DVD ഷോപ്പ് നിങ്ങൾക്ക് ഇനി നടത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പറയും, ഞാൻ കൊടുക്കുകയാണ് അങ്ങനെ പറയും. അപ്പോൾ അതെന്താ, നീ വിൽക്കാൻ വല്ല ആഗ്രഹിച്ചോ? അതെ, ഇപ്പം ആരും തന്നെ DVD കാണുന്നില്ലല്ലോ, എല്ലാവരും മൂവീസും TVസിലോട്ട് പോയില്ലേ, പിന്നെ DVD ഡാഡി വന്നിട്ട് അവരുടെ ഒരു പാഷന് വേണ്ടി മാത്രമാണ് നടത്തിയിരുന്നത്. ശരി, നിങ്ങൾക്ക് വേണമെങ്കിൽ പറ അങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ സൂൺ ഓങ്സിനെ നോക്കും. അപ്പോൾ ഓങ്സ് ഓക്കെ അങ്ങനെ പറയാം. അപ്പോൾ സൂൺ പറയും, ശരി ഓക്കെ, ഞാനിനെ ടേക്ക് ഓവർ ചെയ്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അടുത്ത ദിവസം അങ്ങനെ ഭയങ്കര അപ്സെറ്റായിട്ട് അവർ രണ്ടുപേരും വീട്ടിലോട്ട് തിരിക്കുകയാണ് കാറിൽ. അപ്പോൾ നമ്മുടെ ഓങ്സിനെ ഡ്രൈവ് ചെയ്യുന്ന സൂൺ ഒരുമാതിരി ഡള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓങ്സ് ചോദിക്കുന്നത്, നീ ഓക്കെ അല്ലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലടാ, എൻ്റെ ജീവിതത്തിൽ പാതി കാലം ഞാൻ മൂപ്പരെ ഒരു കെയറിങ്ങിലുണ്ടായിരുന്നു, വാച്ചിങ്ങിലുണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ പാതി ലൈഫ് മൂപ്പരാണെന്ന് തന്നെ പറയാം. എനിക്ക് അപ്പോഴെ ഒരുമാതിരി സങ്കടമായിട്ടുണ്ട് വിട്ടിട്ട് പോയതല്ലേ, ഞാൻ വിചാരിച്ചും കൂടെ നോക്കിയിട്ടില്ല, ഞാൻ ലാസ്റ്റ് ടൈം കാണുമ്പോൾ കൂടെ മൂപ്പര് ഹെൽത്തി ആയിരുന്നു, എങ്ങനെ സംഭവിച്ചെന്നുള്ളത് എനിക്ക് ഒരുമാതിരി ഡെസ്പായിട്ടുണ്ട്, ഒരാൾ വിട്ടുപിരിയുന്ന വേദന ഭയങ്കര ഹാർഡാണ് അങ്ങനെ പറഞ്ഞു. ശരി സാറില്ല, ഇവിടെ എന്നായാലും ഒരു മനുഷ്യന്മാരെല്ലാവരും ഒരു ദിവസം പോകണ്ടേ അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ഓങ്സ് വന്നിട്ട് സൂണിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നൈറ്റായി, അവർ രണ്ട് റൂമിൽ നിന്ന് നമ്മുടെ സൂണും ഓങ്സയും DVD ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓങ്സിനോട് ചോദിക്കുന്നത്, നിനക്ക് ഏതാണ് മൂവി കാണണ്ടേ അങ്ങനെ സൂൺ ചോദിക്കുമ്പോൾ, നീ ഏത് സെലക്ട് ആയാലും അത് ബെസ്റ്റ് മൂവി ആയിരിക്കും, അതുകൊണ്ട് നീ തന്നെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യും. നിന്നെ ഞാൻ സെലക്ട് ചെയ്ത പോലെയാണോ അങ്ങനെ ചോദിച്ചാൽ അവർ രണ്ട് കുറച്ച് തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ DVD മൂവി കാണുകയാണ്. മൂവി കണ്ടു കഴിഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങണം. അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ഓങ്സ് അടുത്തില്ല. അപ്പോൾ നമ്മുടെ സൂൺ എടുത്ത് കാലണ്ടർ നോക്കുമ്പോൾ ബർത്ത്ഡേ March 14th. അവർ അതിനുള്ളിൽ 10 വർഷം കഴിഞ്ഞോ അങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെ നേരെ അവനെ എണീച്ച് ഫ്രഷപ്പായി ഒരു കേക്ക് ഷോപ്പിലോട്ട് പോയി ഒരു കേക്കൊക്കെ വാങ്ങി ഡിന്നറൊക്കെ സെറ്റ് ചെയ്ത് വീട്ടിൽ ഇത് അവനക്ക് ഇഷ്ടമായിരിക്കും അങ്ങനെ പറഞ്ഞ് വീട്ടിലെല്ലാം സെറ്റ് ചെയ്ത് അവനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. രാത്രിയായി, ഭയങ്കര ലേറ്റായി, എല്ലാ ഫുഡും അവിടെ റെഡിയാക്കി വെച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓങ്സ് ഇനിയും വരുന്നത് കാണാമെന്നില്ല. അപ്പോൾ പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നുണ്ട്. ഫോൺ കോൾ വന്ന് അത് പോയിട്ട് ഹലോ എന്ന് പറയുന്നത്. അതോടെ എന്താ സംഭവിച്ചതെന്നറിയില്ല, അവനെന്താ പറഞ്ഞതെന്നറിയില്ല ഓപ്പോസിറ്റുള്ളവർ. ആ ഫോൺ അങ്ങനെ നേരെ താഴെ വീഴാണ്, ഷോക്കിൽ നിൽക്കുകയാണ് നമ്മുടെ സൂൺ. അതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ ഗൈസ്, ബൈ ബൈ, താങ്ക് യു.